ഗുഡ് മോർണിംഗ്. ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 4ാമത് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരികയാണ്. 5 പാർട്ടുകളിലായിട്ട് നമ്മൾ ബയോടെക്നോളജിയുടെ പല കാര്യങ്ങൾ പഠിച്ചു. അതിൽ പ്രിൻസിപ്പിൾസ് പഠിച്ചു. ദെൻ പ്രോസസ്സസ് ഓഫ് ബയോടെക്നോളജിയുടെ 3 പോയിൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നു. അതായത് ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഐസൊലേഷൻ, restriction enzyme digestion, then gene amplification or PCR technique. ഇത്രയും പറഞ്ഞു. ഇന്നത്തെ ടോപ്പിക്സിൻ്റെ മെയിൻ ഹെഡിങ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. DNA ligation, insertion of rDNA into the host and bioreactors. നമ്മൾ പ്രോസസ്സസ് ഓഫ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിൽ ആദ്യമായിട്ട് പറഞ്ഞത് ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഐസൊലേഷനാണ്. അത് എങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്നു, അതിൻ്റെ പ്രൊസീജിയർ എന്തെന്നൊക്കെ നമ്മൾ പഠിച്ചു. പിന്നീട് പഠിച്ചത് നമുക്ക് വേണ്ട ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ അതിൻ്റെ സോഴ്സ് DNA-യിൽ നിന്ന് എങ്ങനെ മുറിച്ചെടുക്കാം യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം. അതാണ് റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ എന്ന് പഠിച്ചത്. ഇനി മുറിച്ചെടുത്ത ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കുന്ന ടെക്നിക്ക്, ദാറ്റ് ഈസ് ബൈ PCR, ജീൻ ആംപ്ലിഫിക്കേഷൻ, അത് നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ലിഗേഷൻ ഓഫ് DNA മോളിക്യൂൾസ്, ദെൻ ഇൻസേർഷൻ ഓഫ് ദ rDNA ഇൻറ്റു ദ ഹോസ്റ്റ് സെൽ ഓർ ഓർഗാനിസം ആൻഡ് obtaining the gene product, then purifying or isolation of the purified gene product, that is downstream processing. ഇന്നത്തെ ടോപ്പിക്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ DNA ഡിസൈർഡ് ജീൻ സെഗ്മെൻറ്റ് റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്തു, അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുത്തു. നാച്ചുറലി ഒരു 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 മിക്സ്ചർ ഓഫ് DNA-യിലുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് നമ്പറാണ്. അത് നമുക്ക് ലിമിറ്റഡ് ഹോസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ആ DNA-യുടെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുത്താൽ അത് നമുക്ക് ധാരാളം ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കാൻ പറ്റും. അതിനാണ് ജീൻ ആംപ്ലിഫിക്കേഷൻ നമ്മൾ നടത്തിയത്. ഇനി നമ്മൾ പറയുന്നത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത DNA ഹോസ്റ്റ് DNA-യിലേക്കോ അല്ലെങ്കിൽ വെക്ടറിൻ്റെ DNA-യിലേക്കോ എങ്ങനെ ലിഗേറ്റ് ചെയ്യുന്നു എന്നാണ്. നമുക്ക് നോക്കാം. ലിഗേഷൻ ഓഫ് DNA മോളിക്യൂൾസ്. The purified DNA and the vector of interest are cut with the same restriction enzyme. എന്തിനു വേണ്ടിയാണ്? എന്തുകൊണ്ടും നമുക്ക് ആവശ്യമായ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ അതേ ബേസ് സീക്വൻസ് തന്നെയുള്ള ഭാഗത്തേക്ക് ആ ജീൻ സെഗ്മെൻറ്റിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. കാരണം അതിന് കോംപ്ലിമെൻ്ററി ബേസ് ഉള്ള ബേസ് സീക്വൻസിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത DNA കൊണ്ടെത്തിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ പ്യൂരിഫൈഡ് DNA-യും അതായത് ജീൻ ഓഫ് ഇൻട്രസ്റ്റും നമ്മൾ DNA കൊടുത്തു വിടാൻ ഉദ്ദേശിക്കുന്നത് വെക്റ്റർ DNA-യിലൂടെയാണെങ്കിൽ ആ വെക്റ്റർ DNA-യും മുറിക്കേണ്ടത് സെയിം റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് മുറിവുണ്ടാക്കാൻ പറ്റുന്ന ജീൻ സെഗ്മെൻറ്റുകൾ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിലുണ്ടായിരിക്കണം. നമ്മൾ അത് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ജോലി കൊടുത്തിട്ടുള്ള വെക്റ്റർ DNA-യിലും ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്യൂട്ടായിട്ടുള്ള വെക്റ്ററിനെ മാത്രമേ സെലക്ട് ചെയ്യാവൂ. അങ്ങനെ സ്യൂട്ടബിൾ വെക്റ്ററിനെ സെലക്ട് ചെയ്ത് ആ DNA നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇനി അതിനായിട്ട് എന്ത് ചെയ്യും? ആദ്യം വെക്റ്ററിൻ്റെ DNA-യിൽ മുറിവുണ്ടാക്കും യൂസിങ് ദ സെയിം റെസ്ട്രിക്ഷൻ എൻസൈം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ദിസ് ഗീവ്സ് അസ് ദ കട്ട് ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA ആൻഡ് ദ കട്ട് വെക്റ്റർ ദാറ്റ് ഈസ് നൗ ഓപ്പൺ. ഈ 2 ജീൻ സെഗ്മെൻറ്റുകളെ ജോയിൻ ചെയ്യിക്കുന്നു ബൈ ലിഗേസ് എൻസൈം. ദ പ്രോസസ് ഓഫ് ജോയിനിങ് ദീസ് 2 പീസസ് ഓഫ് DNA ടുഗദർ യൂസിങ് ദ എൻസൈം DNA ligase is called ligation of DNA molecule to produce a recombinant DNA. അതായത് വെക്റ്റർ DNA-യുടെ സെഗ്മെൻറ്റിലേക്ക് ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തപ്പോൾ അതൊരു റീകോമ്പിനൻറ്റ് DNA ആയി മാറി. ആ റീകോമ്പിനൻറ്റ് DNA-യിലേക്ക് അല്ലെങ്കിൽ റീകോമ്പിനൻറ്റ് DNA ആണ് ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ
ഈ പ്രോസസ്സിനെയാണ് ലിഗേഷൻ ഓഫ് DNA മോളിക്യൂൾസ് എന്ന് പറയുന്നത്. 2 ഡിഫറൻറ്റ് DNA സെഗ്മെൻറ്റുകളെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഒരു rDNA ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ആ റിസൾട്ടിങ് DNA, അതായത് റീകോമ്പിനൻറ്റ് DNA മോളിക്യൂൾ എന്ന് പറയുന്നത് 2 DNAയുടെ ഒരു ഹൈബ്രിഡാണ്. ഏതൊക്കെയാണ്? ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന DNA സെഗ്മെൻറ്റും വെക്റ്ററിൻ്റെ DNA. സോ ഈ കമ്പൈനിങ് ആണ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് DNA, combining 2 different segments of DNA, that is called a recombination. Hence, this new strand of hybrid DNA molecule is called a recombinant DNA molecule, and the technique is called recombinant DNA technology. ഇനി അങ്ങനെ ഒരു rDNA ഉണ്ടാക്കിയെടുത്താൽ അതിനെ നമുക്ക് ഉദ്ദേശങ്ങളുണ്ട്. നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നടത്തിയെടുക്കാനോ ആണ്. അപ്പോൾ ആ rDNA ഏതെങ്കിലും ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് എത്തിക്കണം. rDNA വെക്റ്ററിൻ്റെ രൂപത്തിൽ അതിനെ ഇൻഡയറക്റ്റായിട്ട് ഒരു ഹോസ്റ്റ് സെല്ലിൽ എത്തിക്കാം. അല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട് അല്ലേ? ഡയറക്റ്റ് മെത്തേഡ്സ് ഉപയോഗിച്ച് DNA ഹോസ്റ്റ് സെല്ലിൽ എത്തിക്കാം. സോ അടുത്തതാണ് ഇൻസേർഷൻ ഓഫ് റീകോമ്പിനൻറ്റ് DNA into the host cell or organism. So in this step, the recombinant DNA is introduced into a recipient host cell, mostly a bacterial cell. That process is called transformation. അതായത് ഈ റീകോമ്പിനൻറ്റ് DNA ഒരു ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ബാക്ടീരിയൽ സെല്ല് റെസിപ്പിയൻ്റ് ബാക്ടീരിയൽ സെല്ലാണ്. ഇത് പണ്ട് നിലനിന്നിരുന്ന രീതിയിലല്ല, ഇപ്പോൾ അതിന് മാറ്റം സംഭവിച്ചു. അതിൻ്റെ പ്ലാസ്മിഡിന് എക്സ്ട്രാ ഒരു DNA സെഗ്മെൻറ്റ് കൂടിയുണ്ട്. സോ ദാറ്റ് ചേഞ്ച് ഇസ് കോൾഡ് ട്രാൻസ്ഫോർമേഷൻ. ആ DNA-യിലുണ്ടായ വ്യത്യാസം, അതായത് ബാക്ടീരിയൽ വെക്റ്റർ DNA-യിലുണ്ടായ വ്യത്യാസമാണ് ട്രാൻസ്ഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്ടീരിയൽ സെല്ല് ഈസി ആയിട്ട് അതിനെ സ്വീകരിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതിനെ ആ ബാക്ടീരിയൽ സെല്ലിനെ ഒരു റീകോമ്പിനൻറ്റ് DNA ഉൾക്കൊള്ളാൻ തക്കവണ്ണം അതിനെ പ്രാപ്തമാക്കണം. അതിനെന്ത് ചെയ്യും? they are made competent to accept the new DNA. So the bacterial cells should be treated to make them competent to accept the new DNA. The processes used are the following, such as thermal shock, നമ്മൾ പറഞ്ഞില്ലേ, ഇലക്ട്രോപോർ. അങ്ങനെ ഒരു ബാക്ടീരിയൽ സെല്ലിൽ അതിനെ എത്തിച്ചു കഴിഞ്ഞാൽ ആ ബാക്ടീരിയൽ സെല്ലിൽ നമ്മൾ കൊടുത്ത ജീൻ സെഗ്മെൻറ്റ് ആ വെക്റ്റർ DNA-യുടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ്റെ സഹായത്തോടെ മൾട്ടിപ്ലൈ ചെയ്യുകയും അതിൻ്റെ ആവശ്യമായ RNA പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന് തത്തുല്യമായ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നുവെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണം അല്ലേ? സോ ഇൻസേർട്ട് ചെയ്ത rDNA-യിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോറിൻ ജീൻ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നതാണ് rDNA ടെക്നോളജിയുടെ അടുത്ത ഘട്ടം. So, obtaining the foreign gene products. When you insert a piece of alien DNA into a cloning vector and transfer it into a bacterial, plant or animal cell, എവിടേക്കും ആകാം, the alien DNA gets multiplied using the origin of replication of the vector DNA to produce a desirable protein. വെക്റ്റർ DNA ഉപയോഗിച്ചത് മൾട്ടിപ്ലൈ ചെയ്ത് DNA-യുടെ കോപ്പീസ് എടുക്കും. അതുപോലെ ആ DNA-യിൽ നിന്ന് RNA ഉണ്ടാകും. RNA ഉപയോഗിച്ച് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഡിസയറബിൾ ജീൻ സെഗ്മെൻറ്റ് ഇൻസേർട്ട് ചെയ്ത ഡിസയറബിൾ ജീൻ സെഗ്മെൻറ്റിൻ്റെ ഒരു ഡിസയറബിൾ പ്രോട്ടീൻ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. The foreign gene gets expressed under appropriate conditions. ഇനി ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മളൊരു ബാക്ടീരിയൽ പ്ലാസ്മിഡിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കോപ്പീസ് എടുത്ത് അല്ലെങ്കിൽ ക്ലോൺസ് എടുത്ത് അതിന് ഒപ്റ്റിമം കണ്ടീഷൻസ് കൊടുത്ത് ആ ഒപ്റ്റിമം കണ്ടീഷനിൽ ആ ബാക്ടീരിയൽ സെല്ല് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് പ്രോട്ടീൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടാർഗറ്റ് പ്രോട്ടീൻ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്
ഒരു RNA പ്രൊഡ്യൂസ് ചെയ്ത് ആ RNAയുടെ ബേസിസിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീനാണ് ആ ടാർഗറ്റ് പ്രോട്ടീൻ. നമ്മൾ എന്ത് പ്രോട്ടീൻ ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ച് ജീൻ ട്രാൻസ്ഫർ നടത്തിയോ ആ പ്രോട്ടീനാണ് ടാർഗറ്റ് പ്രോട്ടീൻ. അത് ചെറിയ തോതിൽ ലബോറട്ടറിക്കുള്ളിൽ നമുക്ക് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ വലിയ തോതിൽ ഇൻഡസ്ട്രി ആയിട്ട് നമുക്കതിനെ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. So one has to consider producing it on a large scale. If any protein encoding gene is expressed in a heterologous host, it is called a recombinant protein. ആ പ്രോട്ടീൻ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു ഹോസ്റ്റിലേക്ക്, അതാണ് ഹെറ്ററോലോഗസ് എന്ന് വിളിക്കാൻ കാരണം. വ്യത്യസ്തമായ ഒരു ഹോസ്റ്റിലേക്ക് ഒരു ജീൻ സെഗ്മെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് ആ ജീൻ സെഗ്മെൻറ്റിൻ്റെ ഫലമായി അല്ലെങ്കിൽ ആ ജീൻ സെഗ്മെൻറ്റിൻ്റെ ആക്ഷൻ മൂലം ഒരു RNA ഉണ്ടായി. ആ RNA ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ എൻകോഡിങ് ജീൻ എൻകോർപ്പറേറ്റ് ചെയ്ത് ആ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ ഒരു ഹോസ്റ്റിൽ നടക്കുന്നു. ആ ഹോസ്റ്റിൽ പണ്ട് ആ സ്വഭാവം ഇല്ലായിരുന്നു, ആ സ്വഭാവം ഉണ്ടാക്കിയെടുത്തതാണ്. എങ്കിൽ ആ ഉണ്ടാകുന്ന പ്രോട്ടീനെ നമുക്ക് എന്ത് വിളിക്കാം? റീകോമ്പിനേഷൻ നടന്ന ജീൻ സെഗ്മെൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രോട്ടീൻ എന്നർത്ഥത്തിൽ റീകോമ്പിനൻറ്റ് പ്രോട്ടീൻ. ഇനി ഈ സെൽസ്, ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെൽസിനെ ചെറിയ തോതിൽ ഒരു സ്മോൾ സ്കെയിൽ അതായിട്ട് ലബോറട്ടറികളിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അതിന് ആവശ്യമായ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനുള്ള കണ്ടീഷൻസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്താൽ മതി. ദ കൾച്ചേഴ്സ് മേ ബി യൂസ്ഡ് ഫോർ എക്സ്ട്രാക്റ്റിംഗ് ദ ഡിസൈഡ് പ്രോട്ടീൻ ആൻഡ് ദെൻ പ്യൂരിഫൈങ് ഇറ്റ് ബൈ യൂസിങ് ഡിഫറെൻറ്റ് സെപ്പറേഷൻ ടെക്നിക്സ്. ചെറിയ തോതിൽ ഒരു ബാക്ടീരിയൽ കോളനിയെ ഒരു ലാബിനുള്ളിൽ വളർത്തിയെടുത്ത് നമുക്ക് ആ ബാക്ടീരിയൽ സെല്ലിനെ കൊണ്ട് ആ ഹെറ്ററോലോഗസ് പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു റീകോമ്പിനൻ്റ് പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കാം ചെറിയ തോതിൽ. ആ രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിവിടെ ഹ്യൂമൻ സെല്ലിലെ ജീൻ ഫോർ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണാണ്. അത് കട്ട് ചെയ്തെടുത്തു, അതിൽ സ്റ്റിക്കി എൻസ് ഉള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്തു യൂസിങ് എ പർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈം. ഇനി ആ DNA സെഗ്മെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഒരു ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് ഒരു വെക്റ്ററിനെ ഐസൊലേറ്റ് ചെയ്ത് ആ വെക്റ്ററിൽ അതേ ബേസ് സീക്വൻസ് ഉള്ള ഒരു ഭാഗത്ത് അതേ എൻസൈം ഉപയോഗിച്ചത്, ഇവിടെ ഉപയോഗിച്ചത് ICOR1 എന്ന എൻസൈമാണ്. അതേ എൻസൈം ഉപയോഗിച്ച് ഈ വെക്റ്ററിൻ്റെ DNAയും കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കട്ട് എൻഡ് എന്ന് പറയുന്നത് ഈ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന DNAയ്ക്ക് കോംപ്ലിമെൻ്ററി ബേസ് സീക്വൻസ് ഉള്ള ഓവർ ഹാങ്ങിങ് ഹെഡ്സ് ഉള്ളതായിരിക്കും. ഓക്കെ, സോ ആ DNA അതിലേക്ക് കൂട്ടിച്ചേർത്ത് ഒരു റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കിയെടുക്കുന്നു. ഈ റീകോമ്പിനൻ്റ് DNA എന്ന് പറയുന്നത് നോർമൽ പ്ലാസ്മിഡ് അല്ല. ആ പ്ലാസ്മിഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു എക്സ്ട്രാ സെഗ്മെൻറ്റ് കൂടിയുണ്ട്, ജീൻ ഫോർ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ. ആ ഗ്രോത്ത് ഹോർമോൺ ഉൾക്കൊള്ളുന്ന ജീൻ സെഗ്മെൻറ്റ് ഇനി ബാക്ടീരിയൽ സെല്ലിന് തിരിച്ചു കൊടുക്കുമ്പോൾ ആ ബാക്ടീരിയൽ സെല്ലിൻ്റെ സ്വന്തമായിട്ടുണ്ടായിരുന്ന വെക്റ്റർ DNA അല്ലല്ലോ, അല്ല, ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായ ജീൻ സെഗ്മെൻറ്റാണ്. സോ ബാക്ടീരിയൽ സെല്ലിൻ്റെ മെഷീനറി ഉപയോഗിച്ച് ഈ DNA ഉണ്ടാകുകയും അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷൻ നടക്കുകയും DNAയിൽ നിന്ന് RNA ഉണ്ടാകുകയും ആ RNAയിൽ നിന്ന് പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയൽ സെല്ലിൽ അതിൻ്റേതല്ലാത്ത ഒരു സ്വഭാവം ഉണ്ടാകുന്നു, അതായത് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കും. ഇത് ഒരു ബാക്ടീരിയൽ കോളനിയിൽ നമുക്കൊരു ലാബിനുള്ളിൽ വേണമെങ്കിൽ ആ പ്രൊഡക്ഷൻ നമുക്ക് നടത്താം. എന്നാൽ ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ സെല്ലിനെ എപ്പോഴും ഒരു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റിൽ നിലനിർത്തേണ്ടി വരും. അതായത് ഏറ്റവും ഫങ്ഷണലായിട്ട് ആക്റ്റീവ് ആകുന്ന രീതിയിൽ സെൽസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. നമുക്കത് നോക്കാം. ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ് ഇനി പറയുന്നത്. ദ സെൽ ക്യാൻ ഓൾസോ ബി മൾട്ടിപ്ലൈഡ് ഇൻ എ കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം wherein the used medium is drained out from one side while fresh medium is added from the other to maintain the cells in their physiologically most active stage, that is the exponential phase or log phase. സോ എപ്പോഴും ഏറ്റവും മാക്സിമം ആക്റ്റീവായിരിക്കുന്ന സ്റ്റേജ് ഏതാണ്? നമ്മൾ എസ് ഷേപ്ഡ് ഗ്രോത്ത് കർവ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആക്റ്റീവ് ഗ്രോത്ത് നടക്കുന്ന സ്റ്റേജ്, ഷാർപ്പ് ഇൻക്രീസ് ഉണ്ടാകുന്ന സ്റ്റേജ് അതാണ്.
അതിൽ എസ് ഷേപ്പിൽ രണ്ടാമത്തെ സ്റ്റേജാണ്, അതായത് ലോഗ് ഫേസ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസാണ്. ആ ഫേസിൽ എല്ലാ സെല്ലും എല്ലാ റിസോഴ്സസും സഫിഷ്യൻ്റ് ആക്കി കൊടുത്തുകൊണ്ട് അതിൻ്റെ മാക്സിമം പ്രൊഡക്ഷൻ നടത്തുന്ന രീതിയാണ് പറഞ്ഞത് ഇൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അതിനുള്ള എക്യുപ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ട് അതിനാവശ്യമായ മീഡിയം പ്രൊവൈഡ് ചെയ്ത് ആ മീഡിയത്തിലെ ന്യൂട്രിയൻസ് കൊടുത്ത് ആ ന്യൂട്രിയൻസ് ഉപയോഗിച്ച് ഫങ്ഷണലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി ആക്റ്റീവാക്കി നിർത്തിക്കൊണ്ട് ആ പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യിക്കുകയാണ്. This type of culturing method produce large biomass leading to higher yield of the desired protein. അപ്പോൾ എല്ലാ ബാക്ടീരിയൽ സെല്ലിനും ഒരു പ്രതികൂല സാഹചര്യവും ഉണ്ടാകാത്ത രീതിയിൽ എല്ലാം അനുകൂലമായ സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതിനെ മോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് വേണ്ടുന്ന പ്രോട്ടീൻ വൻതോതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. So, small volume cultures cannot yield appreciable amount of products. To produce large quantities, the development of bioreactors where large volumes of culture can be processed was required. അതായത് ലാർജ് വോളിയം, അതായത് 100 മുതൽ 1000 ലിറ്റർ വരെ കൾച്ചർ മീഡിയം പ്രൊവൈഡ് ചെയ്ത് ആ കൾച്ചർ മീഡിയത്തിൽ സെൽസ് വളരെ, അല്ലെങ്കിൽ ബാക്ടീരിയൽ സെല്ലോ ഏതെങ്കിലും പ്ലാന്റ് സെല്ലോ എന്താണെങ്കിലും ശരി, അതിൻ്റെ മോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ആവശ്യമായ പ്രോഡക്റ്റ് വൻതോതിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബയോ റിയാക്ടേഴ്സ് എന്ന് പറയുന്ന വലിയ എക്യുപ്മെൻറ്റ്സ് വേണം. ദസ് ബയോറിയാക്ടേഴ്സ് ക്യാൻ ബി തോട്ട് ഓഫ് ആസ് വെസൽസ് ഇൻ വിച്ച് raw materials are biologically converted into specific products, individual enzymes, etc. using microbial, plant, animal or human cells. ഏത് സെല്ലുമായിക്കോട്ടെ ആ സെല്ലിനെ ആർട്ടിഫിഷ്യലി അതിന് വേണ്ടുന്ന മൾട്ടിപ്ലൈ ചെയ്യാനും അതിന് ജീൻ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാനുമുള്ള സാഹചര്യങ്ങൾ ആർട്ടിഫിഷ്യലി കൊടുത്തുകൊണ്ട് വൻതോതിൽ ജീൻ പ്രോഡക്ട്സിനെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ബയോറിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. എ ബയോറിയാക്ടർ പ്രൊവൈഡ് ഒപ്റ്റിമൽ കണ്ടീഷൻസ് ഫോർ അച്ചീവിങ് ദ ഡിസൈഡ് പ്രോഡക്റ്റ് ബൈ പ്രൊവൈഡിങ് ഒപ്റ്റിമം ഗ്രോത്ത് കണ്ടീഷൻസ്. എല്ലാ ഗ്രോത്ത് കണ്ടീഷൻസും, അതായത് മാക്സിമം ഫിസിയോളജിക്കലി മാക്സിമം ആക്റ്റീവായിട്ടിരിക്കാൻ തക്കവണ്ണമുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും അവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്ന എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ മെയിൻ്റനൻസ് ഉണ്ട്, pH മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള സബ്സ്ട്രേറ്റ്, അതായത് ആ ജീവികൾക്ക് വളരാൻ ആവശ്യമായ സബ്സ്ട്രേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആവശ്യമായ സോൾട്ട്സ്, വൈറ്റമിൻസ്, പിന്നെ ഓക്സിജൻ. ഇതെല്ലാം ഒരു ഒപ്റ്റിമം ഗ്രോത്ത് കണ്ടീഷൻസിന് വേണ്ടിയുള്ള റിക്വയർമെൻറ്റ്സ് ആണ്. ഇതെല്ലാം ആവശ്യമായ രീതിയിൽ കൊടുത്തുകൊണ്ട് വൻതോതിൽ ജീൻ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ എക്യുപ്മെൻ്റാണ് ബയോറിയാക്ടർ. കോമൺലി യൂസ്ഡ് ബയോറിയാക്ടേഴ്സ് എന്ന് പറയുന്നത് സ്റ്റിറിങ് ടൈപ്പാണ്. അതായത് അതിലെ കൾച്ചർ മീഡിയം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രോപ്പർ എയറേഷൻ കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ബയോറിയാക്ടേഴ്സാണ്. അതുകൊണ്ട് അവയെ വിളിക്കുന്നത് സ്റ്റിറിങ് ടൈപ്പ് എന്നാണ്. സ്റ്റിറിങ് ടൈപ്പ്. നമുക്ക് 2 ബയോറിയാക്ടേഴ്സ് പഠിക്കാനുണ്ട്. ഒന്നാണിത് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഈ സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ഒരു സിലിണ്ടറിക്കൽ വെസലാണ്. അതിൻ്റെ ബേസ് കണ്ടില്ലേ, ഇങ്ങനെ കർവ്ഡ് ബേസാണ്. ഒരെൻഡിലൂടെ സ്റ്റെറൈൽ എയർ അകത്തേക്ക് കടക്കുന്നു, എന്നിട്ട് അതിനുള്ളിൽ മീഡിയം കൊടുത്തിരിക്കുകയാണ്. അതായത് മീഡിയത്തിൽ എന്തൊക്കെയാണ്, കൾച്ചർ ഗ്രോത്താണ് കൊടുത്തിരിക്കുന്നത്. കൾച്ചർ ഗ്രോത്തിൽ പിന്നെ വളരാൻ തക്കതായ ഓർഗാനിസംസിനെ കൊടുത്തിട്ടുണ്ട്. ആ ഓർഗാനിസത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ന്യൂട്രിയൻസ് എപ്പോഴും എയറേറ്റഡ് ആയിരിക്കാൻ ഇതിലൊരു പിസ്റ്റൺ പോലെ ഒരു സ്ട്രക്ചറുണ്ട്. അതിൽ ഫ്ലാറ്റ് ബ്ലേഡഡ് ഇംപെല്ലർ എന്ന് വിളിക്കാം. ഈ ഫ്ലാറ്റ് ബ്ലേഡഡ് ഇംപെല്ലർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ആരോ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ സ്റ്റിറിങ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്സിംഗ് ഓഫ് ന്യൂട്രിയൻസ് എപ്പോഴും നടക്കുന്നത് കൊണ്ട് പ്രോപ്പർ എയറേഷൻ കിട്ടും. സ്റ്റെറൈൽ എയർ കടത്തിവിടുകയും അതിന് പിന്നെ യൂസ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക ഫൗൾ എയറിനെ മറ്റൊരു വഴിയിലൂടെ പുറന്തള്ളുകയും ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ ഇളക്കുന്നത് കൊണ്ട് ഫോം ഉണ്ടാകാം അല്ലെങ്കിൽ പതയുണ്ടാകാം. ആ പതയുണ്ടാകുന്നതിനെ ഇല്ലാതെയാക്കാൻ ഫോം ബ്രേക്കേഴ്സ് ഉപയോഗിക്കും. ഇനി
സ്റ്റെറൈൽ എയറിനെ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷനാണ് ഇതിൽ മൈക്രോബ്സിൻ്റെ ആക്ഷൻ സ്റ്റെറൈൽ കണ്ടീഷനിൽ നടക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ സ്റ്റെറൈൽ കണ്ടീഷൻസ് ഉണ്ടാക്കി കൊടുക്കണം. ഇനി അവിടുത്തെ pH ഒരു മെയിൻ്റനൻസ് ആവശ്യമാണ്. pH കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആസിഡ് ബേസ് ആ റേഞ്ച് എന്ന് പറയുന്നത് എന്താണോ ആവശ്യം അതനുസരിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഇങ്ങനെ എല്ലാ കണ്ടീഷൻസും ഒരു സെല്ലിന് ഏറ്റവും ആക്റ്റീവായിരിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കണ്ടീഷൻസും കൊടുത്തുകൊണ്ട് മാക്സിമം പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ആ ഉണ്ടാകുന്ന പ്രോഡക്റ്റിനെ പീരിയോഡിക്കലി അതിനെ ഈ കൾച്ചർ ബ്രോത്തിൽ നിന്ന് മാറ്റി യൂസ്ഡ് കൾച്ചർ ബ്രോത്തിന് പകരം ഫ്രഷ് കൾച്ചർ കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇതാണ് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഇനി മറ്റൊന്നാണ് സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഇത് സിലിണ്ട്രിക്കൽ വെസലിന് ആ നേരത്തെ കണ്ടതിന് നിന്ന് വ്യത്യസ്തമുണ്ട്. ഇവിടെയും ഒരു അജിറ്റേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. പക്ഷേ അതിന് വേറെ രീതിയാണ് ഇവിടെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. ഇവിടെയും ഈ പറഞ്ഞ കൾച്ചർ മീഡിയം പ്രോപ്പർ എയറേഷൻ കിട്ടുന്ന രീതിയിൽ ഇതിനെ മൂവ് ചെയ്യിക്കുന്നുണ്ട്. ആ മൂവ് ചെയ്യിക്കുന്ന രീതിയിൽ അവിടെ അതിൻ്റെ എന്താ പറയുക ഫ്ലാറ്റ് ബ്ലേഡഡ് ഇമ്പല്ലർ അല്ല, പകരം എന്താ പറയുക നോക്കിയാൽ ഈ രീതിയിൽ ഈ ഷേപ്പിലാണ് അതിൻ്റെ സ്റ്റിറിങ് പാർട്ട് കാണുന്നത്. അതുകൊണ്ട് ഇതിലിങ്ങനെ ബബിൾസ് ക്രിയേറ്റ് ചെയ്യും. ആ ബബിൾസ് മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ബബിൾസ് നശിക്കാൻ തക്കണം, അല്ലെങ്കിൽ അത് ഒരു എന്താ പറയുക ഫോം ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കൾച്ചർ മീഡിയം പ്രോപ്പർ എയറേഷൻ കിട്ടണം, അല്ലെങ്കിൽ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ്. സോ ഈ മീഡിയത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സെൽസ് അത് പ്ലാന്റ്, അനിമൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ, അതുമല്ലെങ്കിൽ എന്ത് സെല്ലും ആയിക്കോട്ടെ ആ സെല്ലിനെ മോസ്റ്റ് ആക്റ്റീവായിട്ട് റിമെയിൻ ചെയ്യാനായിട്ടുള്ള എല്ലാ കണ്ടീഷൻസും ഇവിടെ കൊടുക്കുന്നു. pH മെയിൻറ്റെയിൻ ചെയ്യുന്നു, ടെമ്പറേച്ചർ ആവശ്യത്തിനുള്ള ടെമ്പറേച്ചർ കൊടുക്കുന്നു, പിന്നെ അവയുടെ കൾച്ചർ മീഡിയം പീരിയോഡിക്കലി മാറ്റിക്കൊടുക്കുന്നു, ഉണ്ടാക്കിയെടുക്കുന്ന മെറ്റീരിയൽസ് പീരിയോഡിക്കലായിട്ട് റിമൂവ് ചെയ്യുന്നു, ഫ്രഷ് മീഡിയം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിലൂടെ പ്യുവർ എയർ കൊടുക്കുകയും മറ്റേതിലെ ഉപയോഗിച്ച എയറിനെ റിമൂവ് ചെയ്യുകയും മറ്റൊരു ഭാഗത്തുകൂടി റിമൂവ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ കൾച്ചർ മീഡിയം പ്രൊവൈഡ് ചെയ്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു ബയോറിയാക്ടറാണ് സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. കോമൺലി യൂസ്ഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറാണ്. എ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ഇസ് യൂഷ്വലി എ സിലിണ്ട്രിക്കൽ ഓർ വിത്ത് എ കർവ്ഡ് ബേസ് ടു ഫെസിലിറ്റേറ്റ് ദ മിക്സിംഗ് ഓഫ് റിയാക്ടർ കണ്ടൻസ്. അവിടെ കൊടുക്കുന്ന കണ്ടൻസ് എന്ന് പറയുന്നത് എന്ത് റിക്വയർമെൻറ്റ്സ് ആണോ ഒരു സെല്ലിൻ്റെ പ്രോപ്പർ ഗ്രോത്തിന് ആവശ്യം അല്ലെങ്കിൽ മെയിൻ്റനൻസിന് ആവശ്യം, ആ കാര്യങ്ങളാണ് അത് മിക്സ് ചെയ്യപ്പെടാനാണ് ഈ ഒരു രീതിയിലുള്ള സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടേഴ്സ് ഉപയോഗിക്കുക. The stirrer facilitates even mixing and oxygen availability throughout the bioreactor. എല്ലായിടവും ഒരുപോലെ എയർ സർക്കുലേഷൻ ഉണ്ടായി അത് എപ്പോഴും ആക്റ്റീവായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഫ്രഷ് എയറിനെ കൊടുക്കാനും ഫൗൾ എയറിനെ റിമൂവ് ചെയ്യാനുമുള്ള പ്രൊവിഷനുണ്ട്. ഓൾട്ടർനേറ്റീവ്ലി എയർ ക്യാൻ ബി ബബിൾഡ് ത്രൂ ദ റിയാക്ടർ. ദ ബയോറിയാക്ടർ ഹാസ് ആൻ അജിറ്റേറ്റർ സിസ്റ്റം. അതായത് അവിടെ ആ അജിറ്റേറ്റർ സിസ്റ്റത്തിൽ ഈ മിക്സിംഗ് ഓഫ് മീഡിയം പോസിബിൾ ആകുന്നു. പിന്നെ അതിലേക്ക് ഓക്സിജൻ കൊണ്ടു കൊടുക്കാനുള്ള ഒരു സിസ്റ്റമുണ്ട്, ഓക്സിജൻ ഡെലിവറി സിസ്റ്റമുണ്ട്. പിന്നെ ഓക്സിജൻ ബബിൾ ചെയ്യുമ്പോൾ അതിൽ ഫോം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇതിങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പതയുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഫോമിനെ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാകും, ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാകും, pH മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടായിരിക്കും. പിന്നെ മെറ്റീരിയൽസ് പിന്നെ ഫ്രഷ് മീഡിയം കൊടുക്കാനും പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്ട്സ് ഐസൊലേറ്റ് ചെയ്തെടുക്കാനുമുള്ള തരത്തിലുള്ള സാമ്പിളിംഗ് പോട്ട്സ് കാണും. പിന്നെ എപ്പോഴും പീരിയോഡിക്കലി അതിൻ്റെ പ്രോഡക്ട്സിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യാനുമുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കും. സോ അങ്ങനെ ചെറിയ തോതിലോ അല്ലെങ്കിൽ വൻതോതിലോ നമുക്ക് ഉദ്ദേശിക്കുന്ന ജീൻ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കരുതുക. ഈ പ്രൊഡ്യൂസ് ചെയ്ത ജീൻ പ്രോഡക്ട്സിനെ
ബയോസിന്തറ്റിക് സ്റ്റേജ് കഴിഞ്ഞ്, അതായത് സിന്തസിസ് ഓഫ് ജീൻ പ്രോഡക്റ്റാണ് ബയോസിന്തറ്റിക് സ്റ്റേജ് എന്ന് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് ആ പ്രോഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് അതിനെ പ്യൂരിഫൈ ചെയ്ത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി മാറ്റുന്ന കാര്യമാണ് ഇനി പറയുന്നത്. അതിനെ നമ്മൾ വിളിക്കുക ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്നാണ്. After completion of biosynthetic stage, the product has to be subjected through a series of processes before it is ready for marketing as a finished product. നമുക്ക് ആ ജീൻ പ്രോഡക്റ്റിനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് എല്ലാവർക്കും അവൈലബിൾ ആകുന്ന രീതിയിൽ ഒരു മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ചില കാര്യങ്ങളാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൽ വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ജീൻ പ്രോഡക്റ്റ്. ഈ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സുകളെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ആ പ്രോഡക്റ്റിൻ്റെ പ്യൂരിഫിക്കേഷനുണ്ട്, പിന്നെ ആ പ്രോഡക്റ്റിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ദ പ്രോഡക്റ്റ് ഹാസ് ടു ബി ഫോർമുലേറ്റഡ് വിത്ത് സ്യൂട്ടബിൾ കണ്ടീഷൻസ്. ദെൻ ഈ പ്രോഡക്റ്റ് ഒരു ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഡ്രഗിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഡ്രഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ തരുന്നുണ്ടോ എന്ന് ക്ലിനിക്കലി പ്രൂവ് ചെയ്യണം. സോ അതും കൂടി ഉൾപ്പെടുന്നതാണ് ഈ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. സോ സച്ച് ഫോർമുലേഷൻ ഹാസ് ടു അണ്ടർഗോ thorough clinical trials as in case of drugs. Strict quality control testing for each product also required. ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് നടക്കുന്നത് ഒരു പ്രോഡക്റ്റിനെ പിന്നെ മാർക്കറ്റിലെത്തിക്കുന്നത് വരെ എന്തൊക്കെ പ്രോസസ്സുകൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കപ്പെടുന്നു അതിനെ പൊതുവായി പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഓരോ പ്രോഡക്റ്റും അനുസരിച്ചും ആ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിലെ പ്രോസസ്സുകൾ വ്യത്യാസപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി പഠിച്ചു, ടൂൾസ് ഓഫ് ബയോടെക്നോളജി പഠിച്ചു. ഫസ്റ്റ് rDNA ക്രിയേറ്റ് ചെയ്തവർ ആരൊക്കെയാണെന്നും അതെന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നും പഠിച്ചു. പിന്നെ ടൂൾസ് ഓഫ് റീകോംബിനൻ്റ് DNA ടെക്നോളജിയിൽ DNA എങ്ങനെയാണ് അതിൻ്റെ കട്ടിങ് നടക്കുന്നത്, അതായത് DNA സെഗ്മെൻറ്റ്സ് ആക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസിനെ പറ്റിയും സെഗ്മെൻറ്റ്സിനെ ജോയിൻ ചെയ്യാൻ സഹായിക്കുന്ന ലിഗേസ് എൻസൈമിനെ പറ്റിയും അതുപോലെ ഈ ഫോറിൻ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഒരു ഓർഗാനിസത്തിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വെക്റ്റർ DNA പറ്റിയും വെക്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ rDNA എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുവെന്നും rDNA എങ്ങനെയാണ് ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ എത്തിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മളതിൻ്റെ പ്രോസസ്സ് പഠിച്ചു. അതിൽ DNA ഐസൊലേഷൻ, അതുപോലെ റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ, ദെൻ ജീൻ ആംപ്ലിഫിക്കേഷൻ, പിന്നെ ആ rDNA വെക്റ്റർ DNAയിലേക്ക് ലിഗേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ആ rDNA അല്ലെങ്കിൽ rDNA കണ്ടെയ്നിങ് വെക്റ്റർ DNA ഒരു ബാക്ടീരിയൽ സെല്ലിൽ എത്തിച്ച് ബാക്ടീരിയൽ സെല്ലോ മറ്റേതെങ്കിലും ഹോസ്റ്റ് സെല്ലോ എത്തിച്ച് അതിൻ്റെ ജീൻ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെ, പിന്നെ ആ പ്രോഡക്റ്റിനെ പ്യൂരിഫൈ ചെയ്ത് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റൊക്കെ നടത്തി എങ്ങനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് മാർക്കറ്റിലെത്തിക്കാം എന്ന് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിലും പഠിച്ചു. ഈ ചാപ്റ്ററിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് സംശയങ്ങളുള്ള കാര്യങ്ങളെ നോട്ട് ചെയ്ത് വെക്കുക. എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നേരിട്ട് സ്കൂളിൽ വരുമ്പോഴോ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.